അമേരിക്കയുടെ ഏറ്റവും നൂതനവും ആധുനികവുമായ F-35 ഫൈറ്റർ ജെറ്റുകളെ പോലും ഇറാൻ തകർത്തത് പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മജീദ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന ഇറാന്റെ രഹസ്യ ആയുധമാണ് അതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. $1.7 ട്രില്യൺ ചെലവാക്കിയ F-35നെ തകർക്കാൻ ഇറാൻ തദ്ദേശീയമായി ഒരുക്കിയെടുത്ത മജീദ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിഞ്ഞിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്കുള്ളിൽ F-15E സ്ട്രൈക്ക് ഈഗിൾ ഉൾപ്പെടെ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങളും 2 ഹെലികോപ്റ്ററുകളുമാണ് ഇറാൻ വെടിവെച്ചിട്ടത്. ഇറാന്റെ വ്യോമ മേഖലയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ ആധിപത്യമുണ്ടെന്ന് അവകാശപ്പെട്ട ഉടനെയാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. അമേരിക്കൻ വ്യോമസേനയ്ക്ക് ഈ യുദ്ധത്തിൽ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണിത്. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം ആദ്യമായാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ശത്രുക്കളുടെ ആക്രമണത്തിൽ തകർന്നു വീഴുന്നത്. വലിയ വ്യോമസേനയോ അല്ലെങ്കിൽ അത്യാധുനിക റഡാർ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് ഇറാൻ ഈ നേട്ടം കൈവരിക്കുന്നത്. സാധാരണ യുദ്ധരീതികളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ ചെറിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ സൈന്യത്തെ അപ്രതീക്ഷിതമായി ആക്രമിക്കുക എന്നതാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്. 2021 ഇറാൻ ഈ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് റഡാറുകളെ ആശ്രയിക്കുന്നില്ല എന്നതാണ്. പകരം പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. റഡാർ തരംഗങ്ങൾ പുറപ്പെടുവിക്കാത്തതിനാൽ ശത്രുവിമാനങ്ങളിലെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്ക് ഈ മിസൈലുകൾ വരുന്നത് മുൻകൂട്ടി അറിയാനും സാധ്യമല്ല. 8 കിലോമീറ്റർ ദൂരത്തിലും 6 കിലോമീറ്റർ ഉയരത്തിലും പറക്കുന്ന വിമാനങ്ങളെ തകർക്കാൻ കഴിയുന്നതാണ് ഈ സംവിധാനം. ഇതിലെ ഇൻഫ്രാറെഡ് സെൻസറുകൾക്ക് 15 മുതൽ 30 കിലോമീറ്ററുകൾ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാൻ സാധിക്കും. അമേരിക്കയുടെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് വിമാനമായ F-35നെ വരെ ആക്രമിക്കാൻ ഈ സംവിധാനം ഉപയോഗിച്ചതായി സംശയിക്കുന്നുണ്ട്. റഡാറിന് പകരമായി വിമാനങ്ങളുടെ എഞ്ചിനിൽ നിന്നുള്ള ചൂട് കൃത്യമായി തിരിച്ചറിഞ്ഞാണ് ഈ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. അതേപോലെ തങ്ങളുടെ ആയുധങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇറാൻ പലതരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. സ്ഥിരമായ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾക്ക് പകരം വേഗത്തിൽ സ്ഥാനം മാറ്റാൻ കഴിയുന്ന മൊബൈൽ ലോഞ്ചറുകളാണ് അവരിപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ആക്രമണം നടത്തിയ ഉടനെ ലോഞ്ചറുകൾ മാറ്റുന്ന ഒരു തന്ത്രമാണ് അവിടെ പ്രയോഗിക്കുന്നത്. അതുകൂടാതെ തങ്ങളുടെ ഭൂരിഭാഗം മിസൈലുകളും അമേരിക്കൻ ആക്രമണങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഭൂഗർഭ അറകളിലും മലയിടുക്കിലും രഹസ്യ തുരങ്കങ്ങളിലുമാണ് ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്നത്. മജീദ് എന്ന സംവിധാനം മാത്രമല്ല അമേരിക്കയ്ക്ക് വെല്ലുവിളിയായി നിൽക്കുന്നത്. മറ്റു ചില അതിനൂതന ആയുധങ്ങളും അമേരിക്കയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇറാൻ റഷ്യയിൽ നിന്നും വാങ്ങിയതായി കരുതപ്പെടുന്ന വെർബ വ്യോമ പ്രതിരോധ സംവിധാനം ഒരു സൈനികന് സ്വന്തം തോളിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. പരിസരത്തുള്ള മറ്റ് ചൂടുകളിൽ നിന്നും വിമാനങ്ങളുടെ ചൂട് കൃത്യമായി തിരിച്ചറിയാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഇതിന് പുറമെ ശത്രുക്കളുടെ ഇലക്ട്രോണിക് ജാമിങ്ങിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ചൈനീസ് നിർമ്മിതമായ HQ-9B ലോങ് റേഞ്ച് മിസൈലുകളും ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് റഡാറുകൾക്ക് കണ്ടെത്താനാവാത്ത രീതിയിലുള്ള പാസീവ് ആയുധങ്ങളും വേഗത്തിൽ മാറ്റാൻ കഴിയുന്ന മൊബൈൽ ലോഞ്ചറുകളും കൂടെ ഒളിപ്പോര് തന്ത്രങ്ങളും ചേരുമ്പോൾ ഇറാന്റെ വ്യോമാതിർത്തി ശത്രുവിമാനങ്ങൾക്കൊരു മരണക്കെണി തന്നെയാണ്. അതിന്റെ തെളിവാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന അമേരിക്കയുടെ 3 യുദ്ധവിമാനങ്ങൾ. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ വ്യോമ ആധിപത്യമുണ്ടെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പുറകെയാണ് ഇറാൻ അവരുടെ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത്. ഇതോടെ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നു.